ഈ വർഷത്തെ സദയം ബോച്ചെ അവാർഡ് ജീവകാരുണ്യ പ്രവർത്തക കണ്ണൂർ സ്വദേശി കെ ദേവിക്ക് ലോട്ടറി വിറ്റുകിട്ടുന്ന തന്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് ആരോരുമില്ലാത്തവർക്കായി മാറ്റിവെക്കുന്ന മാതൃക പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഇത് 5ാം തവണയാണ് ഈ അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള 2024 സദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ബോച്ച അവാർഡാണ് കണ്ണൂർ ചട്ടുകപ്പാറ സ്വദേശി കെ ദേവിക്കാണ് അവാർഡ് നൽകുന്നത്. 72ാം വയസ്സിലും തൊഴിലെടുത്ത് പരിമിതമായ വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം കൊണ്ട് ആരോരുമില്ലാത്തവർക്ക് അന്നമൂട്ടുന്ന കെ ദേവി എന്ന അമ്മയെയാണ് സദയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സദയം ബോച്ചെ അവാർഡിനായി തിരഞ്ഞെടുത്തത്. കണ്ണൂർ കുറ്റ്യാട്ടൂർ ചട്ടുകപ്പാറ സ്വദേശിയാണ് ദേവി. ലോട്ടറി വിൽപ്പനയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ഒരു വിഹിതം അശരണർക്കായി ദേവി നീക്കിവെക്കുന്നത്. 26 വർഷമായി അശരണർക്കായി വിഹിതം നീക്കിവെക്കുന്നു. കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള സ്നേഹാലയത്തിൽ 9 വർഷത്തിലേറെയായി ഈ അമ്മ തന്റെ ഒരു വിഹിതം നൽകി വരുന്നുണ്ട്. ആവശ്യക്കാർക്ക് അന്നമൂട്ടാൻ സമ്പാദ്യമല്ല മനസ്സാണ് വേണ്ടതെന്ന് സമൂഹത്തിന് കാണിച്ചു തരുന്ന കെ ദേവി എന്ന അമ്മയ്ക്കാണ് സദയം ബോച്ചെ അവാർഡ് സമർപ്പിക്കുന്നതെന്ന് സർവദമനൻ കുന്നമംഗലം, ഉദയേന്ദ്രകുമാർ, എം സുധിൻ രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.